2021 നവംബർ 8-നായിരുന്നു കേട്ടോ എൻ്റെ മാരേജ്. എൻ്റെ മാരേജിൻ്റെ ഫോട്ടോസൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. 11:30-ക്കും 12-നും മധ്യയായിരുന്നു മുഹൂർത്ത സമയം. പിന്നെ കൊറോണ കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താലികെട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അതുപോലെ തന്നെ ഫാമിലീൻ്റെ കൂടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ സിംഗിൾ പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ കുറച്ച് കപ്പിൾ ഫോട്ടോസും അതുപോലെ സിംഗിൾ പിക്സൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. ഫുഡ് സദ്യയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഒരു മൊമെൻ്റാണിത്. ഇത് ഭയങ്കര ഇപ്പോൾ കാണുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് സങ്കടം വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കരയാതെ തന്നെ ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവിടേക്ക് പോവാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട് കാരന്തൂരാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഫോട്ടോസൊക്കെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും പരിപാടികളൊക്കെയാണ്. ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇനിയുള്ള ഫോട്ടോസിൽ. അതുകൊണ്ട് കാണാം കേട്ടോ. ഇതാണ് എൻ്റെ സെക്കൻഡ് ലുക്ക്. ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ ലെഹങ്കയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്നെ റിസപ്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മാരേജ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. താങ്ക് യു.